ഹലോ ഗൈസ്, എല്ലാവർക്കും മേഘ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. റിവാൾറി മാച്ചിൽ പാകിസ്ഥാനെ മലർത്തിയടിച്ച് ടീം ഇന്ത്യ. വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ ഏകദേശം സെമി ഉറപ്പിച്ച് കഴിഞ്ഞു. പാകിസ്ഥാൻ അപ്പോൾ സെമി കാണാതെ പുറത്താകുന്നതിൻ്റെ വക്കിലുമായി. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി കരുത്തിൽ പാകിസ്ഥാനെ തകർത്ത് സെമി ഉറപ്പിച്ച് ഇന്ത്യ. ആദ്യം ബാറ്റ് ചെയ്ത് പാകിസ്ഥാനെ ഉയർത്തി 242 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യ 4 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 42.3 ഓവറിൽ മറികടന്നു. 51ാം ഏകദിന സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലി 100 റൺസുമായി പുറത്താകാതെ നിന്ന് പട നയിച്ചപ്പോൾ 56 റൺസ് അടിച്ച ശ്രേയസ് അയ്യരും 46 റൺസ് അടിച്ച ശുഭ്മാൻ ഗില്ലും ഇന്ത്യക്കായി തിളങ്ങി. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 20 റൺസ് എടുത്ത് പുറത്തായപ്പോൾ ഹാർദിക് പാണ്ഡ്യ 8 റൺസ് എടുത്ത് മടങ്ങി. 3 റൺസുമായി അക്സർ പട്ടേൽ കോഹ്ലിക്കൊപ്പം വിജയത്തിൽ കൂട്ടായി നിന്നു. ജയത്തോടെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി സെമി ഉറപ്പിച്ചപ്പോൾ പാകിസ്ഥാൻ സെമി കാണാതെ പുറത്താകുന്നതിൻ്റെ വക്കിലായി. അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ പാകിസ്ഥാൻ ഇനി സെമിയിലെത്താനാകൂ. സ്കോർ നോക്കിയാൽ പാകിസ്ഥാൻ 49.4 ഓവറിൽ 241 ഓൾ ഔട്ട്. ഇന്ത്യ 42.3 ഓവറിൽ 244, 4 വിക്കറ്റ് നഷ്ടത്തിൽ. പവർ പ്ലേയിൽ രോഹിത് മടങ്ങി. പിന്നെ എല്ലാം കോഹ്ലിയുടെ കയ്യിലായിരുന്നു കളി മുഴുവൻ. പവർ പ്ലേയിൽ 3 4-ഉം 1 6-ഉം പറത്തി പ്രതീക്ഷ നൽകിയ രോഹിത്തിനെ മനോഹരമായൊരു യോർക്കറിൽ ഷഹീൻഷാ അഫ്രീദി ക്ലീൻ ബൗൾഡ് ആക്കിയപ്പോൾ ഇന്ത്യ ഞെട്ടി. 5-ാം ഓവറിലായിരുന്നു രോഹിത്തിൻ്റെ മടക്കം. പിന്നീട് കാര്യങ്ങളെല്ലാം വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലും ഏറ്റെടുത്തു. 2ാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് ഇന്ത്യയെ 17.3 ഓവറിൽ 100 റൺസിലെത്തിച്ചു. അർദ്ധ സെഞ്ചുറിക്കരികെ ഗില്ലിനെ 46 ബൗൾഡാക്കിയ അർബ്രാർ അഹമ്മദ് പാകിസ്ഥാന് പ്രതീക്ഷ നൽകിയെങ്കിലും 4ാം നമ്പറിലെത്തിയ ശ്രേയസ് അയ്യർ ആ പ്രതീക്ഷ തല്ലിക്കെടുത്തി. 62 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച കോഹ്ലിക്കൊപ്പം ശ്രേയസ് കട്ടയ്ക്ക് അടിച്ചു തീർത്തതോടെ ഇന്ത്യയുടെ സമ്മർദ്ദം ഒഴിവായി. മധ്യ ഓവറുകളിൽ ഇന്ത്യക്ക് ഭീഷണി ഉയർത്താൻ പാക് സ്പിന്നർമാർക്ക് കഴിഞ്ഞില്ല. സ്പിന്നർമാർക്കെതിരെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് തകർത്തടിച്ച ശ്രേയസ് 63 പന്തിൽ 21ാം അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. 4ാം വിക്കറ്റിൽ കോഹ്ലിക്കൊപ്പം സെഞ്ചുറി കൂട്ടുകെട്ട് ഉയർത്തി ഇന്ത്യയെ 200 കടത്തിയ ശ്രേയസിന് 56 റൺസ്. ഖുശ്ദിൽ ഷായും പിന്നീടെത്തിയ ഹാർദിക് പാണ്ഡ്യ 8 റൺസ്. ഷഹീൻഷാ അഫ്രീദിയും പുറത്താക്കിയെങ്കിലും വൈകിപ്പോയിരുന്നു. പിന്നീട് കോഹ്ലി സെഞ്ചുറിയിലെത്തുമോ എന്നതിൽ മാത്രമായിരുന്നു ആരാധകർക്ക് ആശങ്ക. 96-ൽ നിൽക്കെ ഖുശ്ദിൽ ഷായെ കവർ ഡ്രൈവിലൂടെ ബൗണ്ടറി കടത്തി കോഹ്ലി 51ാം ഏകദിന സെഞ്ചുറിയും ഇന്ത്യൻ വിജയവും പൂർത്തിയാക്കി. പാകിസ്ഥാന് വേണ്ടി ഷഹീൻഷാ അഫ്രീദി 8 ഓവറിൽ 74 റൺസ് വഴങ്ങി 2 വിക്കറ്റ് എടുത്തപ്പോൾ അബ്രാർ അഹമ്മദും ഖുശ്ദിൽ ഷായും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. ഹാരിസ് റൌഫ് 7 ഓവറിൽ 52 റൺസ് വഴങ്ങി. എന്തായാലും മനോഹരമായൊരു മാച്ചായിരുന്നു ഇന്നലെ ദുബായിലെ സ്റ്റേഡിയത്തിൽ നടന്നത്. നന്ദി, നമസ്കാരം.